عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد. ബഹുമാനാദരവുകൾ നിറഞ്ഞ ഉസ്താദുമാരെ, പ്രിയം നിറഞ്ഞ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ആഗതനായതിന്റെ ഉദ്ദേശ്യം ഉമ്മത്തിന്റെ നവോത്ഥാനം കൈവരിക്കുന്നതിൽ സമസ്തയുടെ പങ്ക് എന്ന വിഷയത്തെ സംബന്ധിച്ച് അല്പം ചില ചിന്തകൾ നിങ്ങളുമായി പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ്. അതിനെന്നെ തുണച്ച സർവ്വലോക സൃഷ്ടാവായ അള്ളാഹുവിനെ ഞാൻ ആദ്യമായി സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ വഫീ കുല്ലി മഖാം. പ്രിയമുള്ളവരെ, മുസ്ലിം സമുദായത്തിന്റെ ജീവിതയാത്രയിൽ തിരുത്തും തീർപ്പും നൽകിക്കൊണ്ട് ഉത്തമ സമുദായത്തിന് സന്മാർഗത്തിന്റെ വഴി നിർണയിച്ചു കൊടുത്ത സമസ്ത ഉമ്മത്തിന്റെ കാര്യദർശിയും കരുത്തും കരുതലുമാണ്. വിശ്വാസികളുടെ വിശ്വാസത്തിനും ആദർശത്തിനും കാവൽ നിന്നുകൊണ്ട് നവോത്ഥാനത്തിന് ശിലപാകിയതാണ് സമസ്തയുടെ ചരിത്രം. അതിനാൽ തന്നെ ഇക്കാലയളവിൽ വിശ്വാസികളെ ജീർണതയിലേക്ക് നയിക്കുന്ന ഒരു വിഘടന പ്രസ്ഥാനങ്ങൾക്ക് പോലും തല ഉയർത്താൻ സാധിച്ചിട്ടില്ല എന്നത് സച്ചരിതരായ പൂർവികരുടെ ദീർഘവീക്ഷണത്തോടു കൂടെയുള്ള ചടുലമായ പ്രവർത്തനങ്ങളാണ്. ഇസ്ലാമിക സമുദായത്തിന് എപ്പോഴൊക്കെ തളർച്ചയും മന്ദീഭാവവും ഉണ്ടായിട്ടുണ്ടോ അപ്പോഴെല്ലാം പണ്ഡിതന്മാരുടെയും സദാത്തുക്കളുടെയും നേതൃത്വത്തിൽ നവോത്ഥാന സംരംഭങ്ങളുടെ തടവില്ലാതെ നടന്നു പോന്നിട്ടുണ്ട്. കാലങ്ങളായി കേരള സമുദായത്തിന് നേതൃത്വം നൽകി വരുന്ന കാദിമാരും പിന്നീട് ബുഹാറയിൽ നിന്നും യമനിൽ നിന്നും വന്ന സയ്യിദന്മാരും മഹബറിൽ നിന്നും വന്ന മഹദൂമുമാരും ഉൾപ്പെടെ ഈ നവോത്ഥാന സംരംഭങ്ങൾക്ക് ചുക്കാൻ പിടിച്ചിരുന്നെങ്കിലും അവരുടെ കാലശേഷം പൂർവിക പാതയിൽ നിന്നും മുസ്ലിം സമൂഹം വ്യതിചലിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ ദൈഷ്ണികരായ ഒരു കൂട്ടം പണ്ഡിതന്മാർ അതിനെ എന്ന ഖുർആനിക സൂക്തം അടിസ്ഥാനമാക്കി സംഘടിതമായി പ്രതിരോധിക്കാൻ ഒരു അനിവാര്യതയുടെ സൃഷ്ടിയാണെന്ന് ചിന്തിച്ചു. മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങളെ പോലെയുള്ള മഹാരഥന്മാരായ പണ്ഡിതന്മാർ ആ കാലഘട്ടത്തിലെ വിജികേശുക്കളായ മറ്റു പണ്ഡിതന്മാരെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് 1926 ജൂൺ 26 മഹത്തായ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചു. മാലിക് ബിൻ ദിനാറിന്റെയും മഹ്ദൂമി പരമ്പരയുടെയും പിന്മുറക്കാരായ കേരള മുസ്ലിം ജനതയെ ഉമ്മത്തെന്ന അഭിമാനത്തിന്റെ സ്വത്വബോധത്തിലേക്ക് കൈപ്പിടിച്ചുയർത്തിയ ആ പ്രസ്ഥാനത്തിന്റെ നാമമായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. സമസ്ത നടപ്പിലാക്കിയ വിദ്യാഭ്യാസ നവോത്ഥാനത്തിലൂടെയുണ്ടായ മതബോധമാണ് മുസ്ലിം കൈരളിയുടെ മതബൗദ്ധിക ഉന്നമനത്തിന് നിദാനം. ആ മതബോധമാണ് മുസ്ലിം സമൂഹത്തിന്റെ കേരളത്തിൽ മതസൗഹാർദ്ദം ഉണ്ടാക്കിയതും ഒരു ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കാൻ കേരള മുസ്ലിങ്ങളെ പ്രാപ്തമാക്കിയതും. കേരള മുസ്ലിംകളിൽ ഭൂരിഭാഗത്തെയും ഒരേ രാഷ്ട്രീയ സംഘശക്തിയിൽ അടിയുറപ്പിച്ചു നിർത്തിയതും അതുവഴി ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വിഭിന്നമായി കേവലം വോട്ട് ബാങ്ക് എന്നതിനപ്പുറം രാഷ്ട്രീയ സമ്മർദ്ദ ശക്തിയായി മാറാൻ സമസ്തക്ക് സാധിച്ചതും ആ മതബോധം സമ്മാനിച്ച രാഷ്ട്രീയ പക്വതയാണ്. 100 സംവത്സരങ്ങളിലായി മുസ്ലിം ഉമ്മത്തിന്റെ അഭിമാനത്തിനും വിശ്വാസത്തിനും കാവൽ നിന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഒരു പണ്ഡിത സഭ എന്ന നിലക്ക് മുസ്ലിം സമൂഹത്തെ ബാധിക്കുന്ന ഓരോ വിഷയങ്ങളിലും കൃത്യമായ നിലപാട് സ്വീകരിക്കുകയും ഇടപെടലുകൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. മുസ്ലിം വ്യക്തി നിയമങ്ങൾ സംരക്ഷിക്കുന്നതിനും സമൂഹത്തെ അധാർമികതയിലേക്ക് നയിക്കുന്ന നാസ്തികത, യുക്തിവാദം, ലിബറലിസം തുടങ്ങിയ ആധുനിക അധാർമിക ആശയങ്ങളെ ശക്തമായി ചെറുക്കുന്നതിലൂടെ ഉത്ബുദ്ധരായ ഒരു വലിയ സമൂഹത്തെ വാർത്തെടുക്കാൻ സമസ്തക്ക് സാധിച്ചിട്ടുണ്ട്. ഒരു നൂറ്റാണ്ടിന്റെ പൈതൃക വഴിയിലേക്ക് പ്രവേശിച്ച സമസ്ത എന്ന ബഹുജന പ്രസ്ഥാനം രാഷ്ട്രീയ ബോധവും സത്യവും മതബോധവും മുസ്ലിം കേരളത്തെ പരിചയപ്പെടുത്തിയ സമസ്ത എന്ന ബഹുജന പ്രസ്ഥാനം ആവേശത്തിന്റെ തീജാലയായി നമുക്ക് മുന്നിൽ നിന്നും ശോഭിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.